ഇതോ തട്ടി അങ്ങോട്ട് പോയേക്കണം. സോ എന്റെ കണക്ക് ആണെങ്കിൽ ഇവിടെ എവിടെയാ. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് മൂന്നായിട്ട് പിരിഞ്ഞ് അന്വേഷിക്കാം. സിഞ്ചാന ഷോപ്പേ, നിങ്ങൾ ആ ലെഫ്റ്റ് സൈഡിലേക്ക് പോയി നോക്ക്, ഞാൻ നേരെ പോവാം, അപ്പം റൈറ്റ് സൈഡിലേക്ക് പോകും. ഓക്കെ ഫ്രാങ്ക്ലിൻ ബൈ, മിക്കവാറും ഞാൻ തന്നെ ആ ഡ്രോൺ കണ്ടുപിടിക്കും. ആടാ ഷോപ്പേ, ആടാ ഒന്ന് ശ്രദ്ധിച്ചു വെക്കോ, ഇനി നീ പറഞ്ഞ പോലെ വല്ല മോഷണം വന്ന് എന്നെ പിടിച്ചാലാ. അപ്പൊ വാ, കമോൺ, നമുക്ക് ഇങ്ങോട്ട് പോയി നോക്കാം. ആ ഡ്രോണിലെ ഫുട്ടേജ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അത് കാണാൻ വേണ്ടി പറ്റും. അത് അത്രത് മരമായിരുന്ന പെട്ടെന്നുണ്ടോ പിടിച്ചു പോയല്ല, എന്തോ തുരങ്കമുണ്ട് ഇവിടെ. ഡ്രോൺ എവിടെയാണത്? എന്താണ് അവിടെ നിന്ന് പുക വരുന്നത്? ആഹാ, കിട്ടിയടാ, കിട്ടി. നമ്മുടെ ഡ്രോണല്ലേ കിടക്കുന്നത്. കിട്ടിയില്ലടാ മോനെ, ഇനി വാ വീട്ടിൽ പോവാം, എന്നിട്ട് അതിനകത്ത് ഫുട്ടേജ് നോക്കാം. ഓക്കെ, ഇത്ര പ്രായമായില്ലേ അപ്പൊ വെറുതെ ഇങ്ങനെ പേടിക്കാവോ? പക്ഷെ എന്നാലും സാധാ എന്തെങ്കിലും വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ വീഴാത്ത ഡ്രോൺ ആണിത്. ഇവിടെ എന്തോ ഒരു മർമ്മമുണ്ട്, അതെന്തായാലും ഇതിനകത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഓണാവോ നോക്കട്ടെ. സിഞ്ചാന ഷോപ്പേ, സർച്ച് നിർത്തിക്കോളാ, സാധനം കിട്ടി. വെറുതെ അവന്മാർ ആ സൈഡിലേക്ക് ഇട്ട്. ഫ്രാങ്ക്ലിൻ ബൈ കിട്ടിയാ? എവിടെ ഇതിനകത്ത് ഫുട്ടേജ് നോക്കിയോ? ആ ജയന്റ് മോൺസ്റ്റർ ഇല്ലേ? ശരി, ഇവന് ഇതിന്റെ ഫുട്ടേജ് നോക്കാൻ വേണ്ടി ഇതിനകത്ത് എടുക്കണ്ടേ, വീട്ടിൽ പോണ്ടേ? പുകവന്നെ കണ്ടില്ലേ ഇതിനകത്ത് ആദ്യമേ ഫുട്ടേജ് എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. നീ വണ്ടി കയറി, അവന്റെ ഒരു ജയന്റ് മോൺസ്റ്റർ അല്ലെങ്കിൽ അറിയില്ലേ. സോ നേരെ വീട്ടിലേക്ക് പോവാം. പക്ഷെ നമ്മൾ കറക്റ്റ് ആ ഫുഡ് സ്റ്റെപ്പ് പിന്തുടർന്ന് വന്നപ്പോ തന്നെ നമ്മുടെ ഡ്രോൺ രാത്രി കേട്ടോ ഒച്ച. ഫ്രാങ്ക്ലിൻ ബൈ, ആ ജയന്റ് മോൺസ്റ്റർ ഇവൻ എന്നെ കൂടി വലിയൊരു ഒച്ച കേൾക്കുന്നുണ്ടല്ലോ. വീണ്ടും അത് കൂടി വരുന്ന പോലെ തോന്നുന്നു. ഒരു ജയന്റ് ഫുഡ് സ്റ്റെപ്പ് പോലെ തന്നെ. എന്താ പുറകിലായ എന്തോ വലിയൊരു കാലിൽ നടന്ന് ഒരു ചാൻറ്റി അതിങ്ങോട്ട് വന്നോണ്ടിരിക്കണം. വണ്ടി എടുക്കുക, നമ്മളെ കണ്ടില്ലെന്ന് തോന്നണം. നമുക്ക് പെട്ടെന്ന് ഇവിടെ വല്ല വിളിക്കാം. നേരെ വിട്ടാ എന്തായാലും നമ്മളെ കാണും. ഈ പുല്ലിന്റെ ഇടയിലാണ്, കാണില്ലെന്ന് തോന്നുന്നു. കണ്ടാൽ എന്തും സംഭവിക്കാം. ഔട്ട് ഓഫ് നവർ അത് പെട്ടെന്ന് എങ്ങനെ ഇവിടെ എത്തി? ഇത് എങ്ങോട്ടാണ് ഈ പൊക്കോണ്ടിരിക്കണം? ഒരു ലക്ഷ്യമില്ലാതെ അത് തിരിച്ചു പോണേ. ഭാഗ്യം, അപ്പൊ നമ്മളെ കണ്ടിട്ടില്ല. ഇറങ്ങി നോക്കട്ടെ. ഇനി അവിടെ ആരെങ്കിലും കണ്ടിട്ടാണോ അങ്ങോട്ട് പോണത്? അയ്യോ, ആരെങ്കിലും വരുന്നുണ്ട്. അയാൾ ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ട് വരാൻ പാടുള്ളൂ. ആഫ്റ്റർ ഓൾ ഷിൻജാനും അപ്പൂപ്പനൊക്കെ പറഞ്ഞ കഥ സത്യ. ഇത് ജയന്റ് മോൺസ്റ്റർ നൈസായിട്ട് ഇവിടെ ഒളിച്ചിരിക്കാം.